നമ്മളെപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രേഞ്ചർ ഇപ്പൊ എന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്താൽ എനിക്ക് ആ ഒരു ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അയാളൊരു എനിക്ക് അത്ര ഹെൽപ്പ് ചെയ്തല്ലോ, എനിക്കത് ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് ബസ്സിനൊക്കെ പോകുമ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് സ്റ്റോറി പറഞ്ഞു, ആ ചേച്ചിക്ക് വേറെ ആരോടൊക്കെ പറയായിരുന്നു, എന്നോട് പറഞ്ഞല്ലോ ആ സ്റ്റോറി. അപ്പൊ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ആ ചേച്ചിയുടെ സ്റ്റോറി എനിക്ക് അറിയാൻ പറ്റി. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്കത് പറ്റുന്നുണ്ട്, നമുക്കത് കേൾക്കാൻ പറ്റുന്നോണ്ടാണല്ലോ ആ ചേച്ചി സ്റ്റോറി പറഞ്ഞത്. അതൊക്കെ പറ്റാത്ത ഒത്തിരി പേരുണ്ട് നമ്മുടെ ചുറ്റും. ഒത്തിരി പേർക്ക് ഒരുപാട് കാര്യങ്ങള് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. നമുക്കപ്പോ ഇതൊക്കെ ഉള്ളപ്പോ നമ്മളതിനെ മറന്നു ജീവിക്കാൻ പാടില്ല. നമുക്കുള്ളതിന് നമ്മൾ സന്തോഷവാന്മാരായിരിക്കുക. പ്ലസ് ടു വരെ ഇടുക്കിയിലായിരുന്നു. അതിനുശേഷം ഡിഗ്രി കോട്ടയം BCM-ലാണ് ഞാൻ പഠിച്ചത്. അതില് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗേൾസ് ഒൺലി കോളേജ്, അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഗേൾസ് ഒൺലി എന്നുള്ളൊരു വാക്ക് തന്നെ കേൾക്കുന്നത് സത്യം പറഞ്ഞു. അങ്ങനെ ഗേൾസ് ഒൺലി കോളേജിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഡിഗ്രിക്ക് ഹൈ റേഞ്ചിൽ നിന്ന് ഇറങ്ങി ആദ്യമായിട്ട് പോകുന്നത്. അപ്പോ അന്ന് പറഞ്ഞാല് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാലും അന്ന് ആ ഒരു വലിയ റിയലൈസേഷൻ ഒന്നും ഇല്ല. ഡിഗ്രി ആണ് മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഡിഗ്രി കാലഘട്ടമാണല്ലോ ഏറ്റവും അടിച്ചു കളിക്കുന്ന കാലഘട്ടം. അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇല്ലാതെയാണ് ആ സമയത്ത് അവിടെ ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ നിന്ന് ആദ്യമായിട്ടല്ല കേട്ടോ ഞാൻ മാറി നിൽക്കുന്നത്. ഞാൻ പ്ലസ് ടുവിന് കുറച്ച് നാള് ഇതുപോലെ അവിടെ ബസ്സുകൾ കുറവാണല്ലോ, ഇടുക്കിയില് ബസ്സുകൾ കുറവാണല്ലോ. അപ്പോൾ ഇതുപോലെ സ്കൂള് കഴിഞ്ഞിട്ട് ഓൾറെഡി കട്ടപ്പനന്ന് ഒരു ബസ്, ഒരൊറ്റ വണ്ടിയാണ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് വൈകുന്നേരം പോകാനുള്ള ഒരു വണ്ടിയേ ഉള്ളൂ. അവിടുന്ന് ഓൾറെഡി കട്ടപ്പനന്ന് അത്യാവശ്യം കോളേജിലും ജോലിയും ഒക്കെ കഴിഞ്ഞിട്ട് പിള്ളേരും ആൾക്കാരെല്ലാരും തിങ്ങി നിറഞ്ഞ ആ ഒരു ബസ്സാണ് ഞങ്ങളുടെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഞങ്ങൾ എന്നാലും ഒരു 10-15 പേര് ദൂരേക്കുള്ളവരെ മാത്രം ബസ്സുകാർ എന്തായാലും കയറ്റും. അപ്പൊ ഞങ്ങൾ ആ ഒരു 10-15 പേരെയും കൂടെ ഓൾറെഡി സ്റ്റെപ്പ് വരെ നിറച്ച ആളായിരിക്കും. എന്നാലും ഞങ്ങളും തിക്കിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കും ആ വണ്ടിയിൽ റബ്ബർ വെച്ചാ ഉണ്ടാക്കിയേക്കുന്നത്. കാരണം ഓൾറെഡി നിറഞ്ഞ് കവിഞ്ഞ വരുന്നെങ്കിൽ ഞങ്ങളെ പിന്നെയും കയറ്റും, അടുത്ത സ്റ്റെപ്പിൽ പിന്നെ ആൾക്കാരെ കയറ്റും. എങ്ങനെ സാധിക്കുന്നത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു തവണ ഇതുപോലെ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ഒരു സീറ്റിന്റെ ഒരു കമ്പിയിൽ പിടിച്ചിങ്ങനെ കംഫർട്ടായിട്ട് നിൽക്കാം. ഓൾറെഡി തിരക്കാണ്, വീഴൂല, എന്നാലും ഒരു സീറ്റിന്റെ കമ്പിൽ ഇങ്ങനെ കംഫർട്ടായിട്ട് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വളവ് വന്നപ്പോ ആൾക്കാരെല്ലാം കൂടെ എന്റെ ദേഹത്തേക്ക് വീണു. അപ്പോ എന്റെ കാല് അന്ന് മറ്റേ സീറ്റിന്റെ കമ്പിയായിട്ട് ഞെങ്ങിയിട്ട് മസിൽ പറഞ്ഞു പോയി ആ സമയത്ത്. അപ്പൊ എനിക്ക് അങ്ങനെ കുറെ ക്ലാസ് മിസ്സായി. അപ്പൊ അങ്ങനെ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ കറക്റ്റ് പ്ലസ് ടു കാലഘട്ടം ആയതുകൊണ്ട് അങ്ങനെ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോൺവെന്റ് ഉണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ആ സമയത്താണ് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പൊ എനിക്കങ്ങനെ വലിയ പ്രത്യേകത തോന്നിയില്ല, കാരണം എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓൾറെഡി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമായതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട്. ആകെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്, നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണല്ലോ. എന്നാലും അധികം ദൂരം അല്ലാത്തതുകൊണ്ട് നീ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോ അതിനുശേഷം +1 +2 ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ എന്റെ ഹോസ്റ്റൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനുശേഷം ഡിഗ്രിയിലേക്ക് പിന്നെ ഹോസ്റ്റൽ ലൈഫിലേക്ക് വന്നപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി ഇങ്ങനെ കുറച്ച് ദൂരത്തായിട്ട് മാറി നിന്നിരുന്നത് കൊണ്ട് എനിക്ക് പിന്നെ ഡിഗ്രിക്ക് ഇച്ചിരി അധികം ദൂരെ ആണെങ്കിലും ആ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആദ്യമായിട്ട് ഹോസ്റ്റൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഡിഗ്രിക്ക് വന്നതിന് ശേഷം ഇതുപോലെ ഗേൾസ് ഉള്ളിൽ വന്നപ്പോൾ ഇങ്ങനെ ചേച്ചിമാരൊക്കെ, ഞങ്ങളുടെ സീനിയർ ചേച്ചിമാരൊക്കെ ഇങ്ങനെ ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പൊ ഒരു പ്രോഗ്രാം ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റേജിൽ കയറി ബാനറൊക്കെ കെട്ടുന്നത്, അല്ലെങ്കിൽ അത്യാവശ്യമുള്ള എല്ലാ പരിപാടികളും ചേച്ചിമാരൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മോട്ടിവേഷനായി. കൊള്ളാലോ, നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ അതുവരെ ഇൻട്രോവേർട്ട് ടൈപ്പ് ആയിരുന്നു ഞാൻ. അത് ആരുമായാലും അറിയപ്പെടാതിരുന്ന ഞാൻ ഒരു ഇച്ചിരിയെങ്കിലും ഒന്ന് ഓപ്പൺ ആയിട്ട് ആൾക്കാരോട് സംസാരിക്കാം, അറ്റ്ലീസ്റ്റ് യാത്ര ചെയ്യുമ്പോൾ ഒരു സഹായം എങ്കിലും ചോദിക്കാൻ, ഒത്തിരി നീങ്ങിയിരിക്കാമോ എന്നെങ്കിലും ചോദിക്കാൻ പാകത്തിന് ഞാൻ ആയത് ആ ഒരു സമയത്താണ്. കാരണം പിന്നെ കുറെ ബസ് യാത്രയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒക്കെ ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ആ ഒരു കാലഘട്ടം ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഞാൻ ആ സമയത്തും പ്രോഗ്രാമിലൊന്നും സ്റ്റിൽ ഞാൻ അറ്റൻഡ് ചെയ്യൂല, എന്നെ നിർബന്ധിച്ചാലും ഞാൻ കയറൂല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ഒക്കെ കളിക്കാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാർഗംകളി, മറ്റേ ആർട്സ് ഡേയുടെ സമയത്ത് മാർഗംകളിയൊക്കെ ഉണ്ടാവില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാർഗംകളി. അപ്പൊ അവർ പ്രാക്ടീസ് ചെയ്യും, ക്ലാസ്സിൽ നിന്ന് അവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ എന്നോട് പറയുന്നത് എനിക്കും കൂടെ വാ ചേരെന്ന് പറയും. അപ്പൊ ഞാൻ ഇല്ല, എന്റെ ചിന്ത എന്ന് വെച്ചാൽ അത് 2 കൈയൊക്കെ ഉപയോഗിച്ച് കളിക്കേണ്ട പ്രോഗ്രാം ആണല്ലോ. അപ്പൊ എന്റെ ചിന്ത ഞാൻ ചേർന്നിട്ട് അങ്ങനെ കളിക്കുന്ന ഒരു ഡാൻസ് ആയതുകൊണ്ട് ഞാൻ കാരണം ഇനി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു പോയിന്റ് പോയെങ്കിലോ അല്ലെങ്കിൽ ജയിക്കാണ്ട് വന്നെങ്കിലോ, അപ്പൊ ഞാൻ കാരണം ആ ഒരു ഇത് കളയണ്ട,
ആ ഒരു ചിന്ത കാരണം ഞാൻ അന്ന് ചേരാതിരുന്നു. പക്ഷെ ഇന്ന് എനിക്കത് ഓർക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയല്ല. അങ്ങനെ അങ്ങനത്തെ ആ ഒരു കാലഘട്ടമായപ്പോഴത്തേക്കും ആഗ്രഹങ്ങളൊക്കെ പയ്യെ പുറത്തേക്കൊക്കെ വരാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം ഡിഗ്രി അത്യാവശ്യം നല്ലപോലെ സന്തോഷമായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 4ാം ക്ലാസ്സിന് ശേഷം ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടം എൻജോയ് ചെയ്യാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ഡിഗ്രിക്കാണ്. അതിനുശേഷം പിന്നെ ഞാൻ MSW ചേർന്നു. MSW തൊടുപുഴയിലായിരുന്നു. MSW ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവായിരുന്നു. കാരണം ആ ഒരു കോഴ്സ് എനിക്ക് എൻ്റെ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഡിസ്കംഫോർട്ടിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് തന്നിട്ടില്ല. അങ്ങനത്തെ ഒരു കോഴ്സായിരുന്നു അത്. ഓൾറെഡി ഇങ്ങനെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽസും പിന്നെ പേപ്പർ പ്രസന്റേഷൻ, റിസർച്ച്, അങ്ങനത്തെ പിന്നെ ഒരുപാട് ക്യാമ്പുകൾ, അങ്ങനത്തെ ഒരു കോഴ്സ് ആയിരുന്നുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അങ്ങനെ ചിന്തിക്കാനൊരു ഗ്യാപ്പ് കിട്ടിയില്ല. എന്നെക്കുറിച്ച് എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അല്ലെ എനിക്കിങ്ങനെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടിയിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇപ്പൊ അങ്ങനെ ടീച്ചേഴ്സ് ആണെങ്കിലും കൂടെയുള്ളവരാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തുക അല്ലെ കൂടുതലായിട്ട് കൺസെഷൻ തരുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും പോലെ എല്ലാവരുടെ ഒപ്പം എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ ഞങ്ങളുടെ കോളേജിൽ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ടായിരുന്നു. അവിടെ ഇതുപോലെ ഒരുപാട് ഡിഫറെന്റ് ലേബിൾഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ അന്ന്. അവർക്ക് വേണ്ടി അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കോളേജ് തന്നെ ഇട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവരവിടെ തന്നെ സ്റ്റേ ചെയ്ത് അവിടെ തന്നെ വർക്ക് ചെയ്ത് അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം വീൽ ചെയറിലൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരോടൊക്കെ അധികം നമുക്ക് സംസാരിക്കാൻ പറ്റാറില്ല. എന്നാലും ഞാനിങ്ങനെ കുറെയൊക്കെ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത്, അന്ന് നജീബ് എന്ന് പറഞ്ഞൊരു പുള്ളി ഇങ്ങനെ പറഞ്ഞാണ്, പുള്ളിക്ക് മുടിയൊക്കെ വളർന്നു. അപ്പൊ എന്താ മുടി വളർത്തുന്നതാണോ ചോദിച്ചു. അപ്പൊ അല്ല, മുടി വെട്ടാൻ പോകാൻ വേണ്ടി ഒരു 4-5 പേരുടെ എങ്കിലും സമയവും സൗകര്യവും ഒരുമിച്ച് ശരിയാകണം. ഇവരെല്ലാരും വിളിച്ച് ഇവരുടെ എല്ലാവരുടെയും സമയവും സൗകര്യവും നോക്കി അതെല്ലാം ഒന്ന് ശരിയാക്കി എടുത്താലേ പുള്ളിക്കൊന്ന് പോയി മുടി വെട്ടിയിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ നോക്കുമ്പോ എനിക്ക് വേറെ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടുകളില്ല. എനിക്ക് തന്നെത്താനെ യാത്ര ചെയ്യാൻ പറ്റും. നല്ലൊരു ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചാൽ എനിക്ക് അത് കയറി പോയി കഴിച്ചിട്ട് വരാൻ പറ്റും. എൻ്റെതായ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യുന്നതിന് മറ്റൊരാളുടെ സഹായത്തിന്റെ ആവശ്യം എനിക്ക് വരുന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഒതുങ്ങിയിരിക്കാനുള്ള അവകാശം എന്താണുള്ളത്? അല്ലെങ്കിൽ എനിക്ക് ആ ഒരു എക്സ്ക്യൂസ് പറയാനുള്ള ആ ഒരു ചാൻസ് ഇല്ല അവിടെ. കാരണം അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഉണ്ട്. അതെനിക്ക് വലിയൊരു റിയലൈസേഷൻ ആയിരുന്നു. പിന്നെ ആ ഒരു കോഴ്സ് ആയപ്പോഴേക്കും നമുക്ക് പുറകോട്ട് നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കോഴ്സാണ്. അപ്പൊ അതിലൊക്കെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം പ്രോഗ്രാമിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഡാൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ നാടകം, അങ്ങനത്തെ പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം ഒരു സാധാരണ ആൾക്കാരെ പോലെ എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ വാ തുറന്ന് സംസാരിക്കാം, തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സ്ട്രേഞ്ചറിനോട് സംസാരിക്കാൻ പാകത്തിന് ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തി. അതുവരെ ഞാനൊരു സാധാരണ മനുഷ്യരെ പോലെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഉൾവലിഞ്ഞ ഒരാളായിരുന്നു. അപ്പൊ ആ ഒരു കോഴ്സ് തന്നെ അത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ആ ഒരു പഠന കാലഘട്ടം എന്ന് പറയുന്നത്. ഞാന് കോഴ്സ് കഴിഞ്ഞ് കറക്റ്റ് MSW കഴിഞ്ഞില്ല, കഴിയുന്ന ആ സമയത്താണ് കറക്റ്റായിട്ട് ഫെബ്രുവരിയിൽ, ഞാൻ ഇപ്പോഴും ഓർമ്മ, ഫെബ്രുവരിയിലാണ് കൊറോണ വന്നത്. കോഴ്സ് കഴിഞ്ഞ് 2-3 മാസം കൂടെ ഉള്ളൂ. ആ സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ഇതുപോലെ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങക്ക് നാളെ മുതൽ ക്ലാസ് ഇല്ല കേട്ടോ, കൊറോണ ആയതുകൊണ്ട്. അപ്പൊ പെട്ടെന്ന് ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങളെ ഇവര് ഇട്ട് വലിച്ചേറിയ പഠിപ്പിക്കുന്നത്. അതുപോലെ ഇട്ട് പഠിക്കാനല്ല കൂടുതലുള്ളു. പഠിക്കാൻ കറക്റ്റ് എക്സാമിന് ഒരാഴ്ച മുന്നേ എവിടെന്നെങ്കിലൊക്കെ നോട്ട്സ് പ്രിന്റ് എടുത്തിട്ട് കിട്ടും, അത് പഠിക്കും, എക്സാം എഴുതും, കഴിയും, അത്രേ ഉള്ളൂ. പഠിക്കാൻ അധികം ഇല്ല ആക്ച്വലി, പ്രാക്ടിക്കൽസ് ആണ്. അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ നിങ്ങൾക്ക് നാളെ മുതൽ ക്ലാസ് ഇല്ല. അന്നേരവും ഞങ്ങളോട് നാളെ നിങ്ങൾക്ക് മാത്രം നാളെ വേറൊരു പ്രോഗ്രാം ഉണ്ട്, ബാക്കി എല്ലാവരും വിടും. അന്നേരം ഞങ്ങളെ കൊണ്ട് ഒരു ദിവസം കൂടെ വിടാതെ ഞങ്ങളെ കൊണ്ട് ഒരു പ്രോഗ്രാം അവർ ചെയ്യിപ്പിച്ചു. അതായത് ഔട്ട് സൈഡിൽ ഒരു പ്രോഗ്രാം ചെയ്യിപ്പിച്ചു, ഒരു സർവേ പോലെ. അങ്ങനെ പെട്ടെന്ന് പിന്നെ കൊറോണയായി. അതിന്റെ ഇടയ്ക്ക് എങ്ങനെയൊക്കെയോ കോഴ്സ് ഓൺലൈൻ ക്ലാസ് അങ്ങനെയൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എൻ്റെ കൂടെയുള്ള എല്ലാവരും കേരളത്തിന് പുറത്തേക്ക് അപ്ലൈ ചെയ്ത് ഒരുമാതിരി എല്ലാവരും തന്നെ ജോലിയൊക്കെ കിട്ടി സെറ്റായി. ഞാൻ ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഇടുക്കി ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഇല്ല. പിന്നെ അപ്ലൈ ചെയ്തിട്ട് എനിക്കും അങ്ങനെ ജോലി സെറ്റായില്ല. പിന്നെ ഓൺലൈനായിട്ട് 1-2 ജോലിയൊക്കെ നോക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ കൊച്ചിയിലേക്ക് വന്നു. കല്യാണം കഴിഞ്ഞ് ഇവിടെ കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം, കൊച്ചിയിൽ ഇഷ്ടം പോലെ ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി.